കൊല്ലം മെഡിക്കൽ കോളേജിൽ ഞാൻ കയറിയ ശേഷം ഫോറൻസിക്കിൽ ഇപ്പം 1 വർഷം കഴിഞ്ഞു. അപ്പം ഇതുവരെ കണ്ട റെയിൽവേ കേസുകളിൽ മിക്കവാറും കേസുകളും ഇങ്ങനെയുള്ള ലെവൽ ക്രോസുകളിൽ കുട്ടികൾ അത് നേരെ നോക്കാതെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടത്തിലാണ് മരിക്കുന്നത്. പല കേസുകളിലും 2 ദിവസം മുമ്പ് ഒരാളിങ്ങനെ മരിച്ചായിരുന്നു. ഒരു പയ്യനാണ്, അത് ഒറ്റ മകനാണ് ഇതുവഴി വൈകുന്നേരം ഒരിക്കൽ മരിച്ചത്. ശരിക്കും ഇത് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഇത് പറയുന്നുണ്ട്. കഴിഞ്ഞൊരു 6 മാസം മുമ്പാണ് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ കളക്ടറിനുൾപ്പെടെ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഒരു ലെവൽ ക്രോസ് ആണ്, ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ പറ്റും. നമ്മുടെ ഈ സമയവും ഇങ്ങനെ ഇവിടെ നിർത്തേണ്ടി വരത്തില്ല. സമയത്തിൻ്റെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചു പിള്ളേരും വയസ്സായ ആൾക്കാരൊക്കെ ഇത് ലെവൽ ക്രോസ് അടച്ചു വെച്ച ശേഷവും ഇതുവഴി പാസ് ചെയ്ത് പോവുകയും അപകടങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ അവിടെ 2 ഭാഗത്തും സെക്യൂരിറ്റി ടൈറ്റ് ആക്കുക, നല്ല രീതിയിലുള്ള ആൾക്കാർ ഒരിക്കലും കിടക്കാത്ത രീതിയിൽ അടച്ചു വയ്ക്കുക. അതൊന്നും ചെയ്യാറില്ല ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമേ സെക്യൂരിറ്റി ഉള്ളൂ. അത് ആ ഭാഗത്ത് നിന്ന് അവരത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇത്രയും നമ്മൾ അഡ്വാൻസ് ആയിട്ട് പോയിട്ടും ഇത്ര വലിയ പ്രശ്നമാണ് നടക്കുന്നത്. ഇവിടെയുള്ള MP-ക്കും MLA-ക്കും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എനിക്ക് റിപ്ലൈ ചെയ്തത് ഇതിൻ്റെ ഫണ്ടൊക്കെ അലോട്ടായിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊക്കെ ഇതിന് അലോട്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ എനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷം നവംബറിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു, കേന്ദ്രം റെയിൽവേ വകുപ്പ് എത്രയോ കോടി രൂപ ഇതിനുവേണ്ടി അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതുവരെ അതിൻ്റേതായിട്ടുള്ള മറ്റ് പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. 2 ഭാഗത്തു നിന്നും നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആൾക്കാരുടെ സമയം പോകുന്നത് മാത്രമല്ല, ആൾക്കാരുടെ ജീവൻ പോകുന്നതാണ്. ഈ റെയിൽവേ ക്രോസ് വഴി നമുക്ക് എന്തോരം പേരെയാണ് മരിച്ചു പോകുന്നത്. അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് ഈ ഓരോരോ അപകടങ്ങൾ പറ്റിയിട്ട് പിന്നെ കൈ പോകുന്നവരും കാല് പോകുന്നവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇതാണ് റെയിൽവേ ക്രോസ്. ഇവിടുത്തെ എത്ര വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇവിടുത്തെ ഒരു ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് പാസ്സൊക്കെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണ് അവസ്ഥ. ഇവിടുത്തെ MP-ക്കോ MLA-ക്കോ ഒന്നും ഇത് യാതൊരു വിഷയമല്ല. ഇവരാരും ഇതുവഴി പോകാറില്ല എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ഒരു തവണയെങ്കിലും പോയി കഴിഞ്ഞാൽ അവരത് എന്തെങ്കിലും ചെയ്താണ് ഇതിന് വേണ്ടി. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ വർക്കലയിലാണ് ഇത്. വർക്കല പാരിപ്പള്ളിയിൽ നിന്ന് വർക്കലയിലോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു ലെവൽ ക്രോസാണിത്. ഈ വഴി തന്നെ ഒരു 3-4 എണ്ണം ഇങ്ങനത്തെ ഉണ്ട്. ഇത് നേരെ പോകുന്ന വഴി കൊട്ടിയത്ത് ഭാഗത്തോട്ടൊക്കെ 2-3 ഇങ്ങനെ ലെവൽ ക്രോസുകളുണ്ട്. ഇത് കണക്ക്